ഹലോ ഗൈസ്, നമുക്ക് എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് നോക്കാം. മലബാർ ചിക്കൻ ബിരിയാണി. കുറച്ച് ചിക്കൻ ആദ്യം നമ്മളെടുത്ത് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് മസാല ആക്കാം. ഗരം മസാല, ചിക്കൻ മസാല പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നമുക്ക് ചെറിയ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ട ബിരിയാണിക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ടി ഗാർലിക്, ജിഞ്ചർ, ചില്ലി അതൊക്കെ പേസ്റ്റാക്കി വെക്കണം. ഇത് പിന്നെ നമ്മളൊരു ഓണിയൻ കട്ടിങ് സ്കില്ലാണ്. നമ്മൾ വല്ല പ്രൊഫഷണൽ ഷെഫൊന്നുമല്ല, പക്ഷേങ്കിൽ എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ബിരിയാണി ചെയ്യുന്നത്. ഇതെൻ്റെ സ്പെഷ്യൽ കട്ടിങ് സ്കിൽ. പഠിപ്പിച്ച് തരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യാം. അതിന് വേണ്ടി കുറേ മലബാർ ബിരിയാണി മെയിനായിട്ട് നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് ഞാൻ. അതിനുവേണ്ടി കുറച്ചധികം ഓണിയൻ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി, കുറച്ചായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തിട്ട് കുറച്ച് ബ്രൗൺ കളറാകുന്ന നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് റൈസ് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. റൈസിൻ്റെ കൂടെ കുറച്ച് നെയ്യും, കുറച്ച് ക്യാരറ്റും, കുറച്ച് ഓണിയനും, ബേലീസൊക്കെ ഇട്ട് വെള്ളത്തിൽ ഉപ്പും ചേർത്ത് അത് സെറ്റാക്കി എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കുറച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം. ഒരു സൈഡിൽ നിന്ന് റൈസ് ആവുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് ചിക്കനും കുക്ക് ചെയ്യുന്നുണ്ട് ഗായ്സ്. അത് ചിക്കൻ ഒരു വിധത്തിൽ റെഡിയാകുന്ന സമയത്ത് ഒരു സൈഡ് നമുക്ക് മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഓണിയൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് മസാലയാക്കി അതിലേക്ക് ആ ഫ്രൈ ചെയ്ത ചിക്കനും ഇട്ട് ആ ഫ്രൈ ചെയ്ത ഓണിയനും കൂടി ചേർത്തൊന്ന് മിക്സാക്കാം. നമ്മൾ ചിക്കൻ ബിരിയാണിയുടെ ചിക്കൻ മസാല റെഡിയായി കഴിഞ്ഞാൽ ഇത് നമുക്ക് സൈഡാക്കി എടുത്ത് വെക്കാം. അതിന് കൂടെ ഉള്ളതിൽ നമ്മൾ റൈസ് ഓൾമോസ്റ്റ് 90% കുക്കായ റൈസ് കൂടി ഇട്ട് നമുക്ക് ദം ചെയ്താൽ നമ്മൾ ബിരിയാണി റെഡിയായി. അതിൽ കുറച്ച് മുകളിൽ മല്ലിച്ചപ്പും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയനും കൂടി വെച്ചാൽ ബിരിയാണി റെഡി. ഇതിനൊരു ദമ്മിട്ട് അത് പൊട്ടിക്കുമ്പോഴൊരു മണമുണ്ട് എൻ്റെ സാറേ. പിന്നെ അതിനോട് കുറച്ച് നമ്മൾ തൈര്, മസാല, കച്ചമ്പറാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കൊന്ന് സെറ്റാക്കി കഴിഞ്ഞു. ഇതാണ് അന്നത്തെ ഔട്ട്പുട്ട് ബിരിയാണി. എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഫീൽ ചെയ്തു. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.